കേട്ടിട്ടുണ്ട്, ഒരുപാട് വായിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ശരിക്ക് എങ്ങനെയാണ് കഥ രചിക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു ബോധം നമുക്കില്ല. നമ്മൾ സാധാരണ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്ന സമയത്ത് ഒരു വിഷയം കിട്ടും, നമ്മൾ എന്തെങ്കിലും കിട്ടും, നമ്മുടെ ഭാഗ്യവശാൽ ഏറാനില്ലാത്തത് നമുക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടും ഉണ്ട്, അല്ലെ? ഓക്കെ, അപ്പോ ശരിക്ക് സാഹിത്യം എന്താണ്? സാഹിത്യം, നമ്മൾ സാഹിത്യത്തിനാണ് ഈ പറയുന്ന കഥയും കവിതയും പാട്ടും ഒക്കെ വരുന്നത്. നമ്മൾ ബൈബിൾ നോക്കുമ്പോഴാണ് ബൈബിൾ നല്ലൊരു ജ്ഞാന കീർത്തനമാണ്, അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ഏറ്റവും നല്ലൊരു ഉറവിടം എന്ന് പറയുന്നത് ശരിക്കും ബൈബിളാണ്. നന്നായിട്ട് വായനാശീലമുള്ള ഒരു കുട്ടിക്ക്, നന്നായിട്ട് വായിക്കുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് രചനയിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ ക്ലാസ്സിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ചോദിക്കണം, നന്നായിട്ട് വായനാശീലമുള്ള എത്ര പേരുണ്ട്? ക്ലാസ് ലൈവ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുന്നതിന് മറുപടി കിട്ടിയാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഓർമ്മ കുറെ കഴിയുമെന്ന് ഓർമ്മ. നമ്മൾ ക്ലാസ് എത്രയോ ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ അല്ലെങ്കിൽ എത്രയോ ക്ലാസ്സുകൾ നമ്മൾ ഇരുന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം വരിക എന്നുള്ളത് എല്ലാവരും ശീലമാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് തിരിച്ച് ആൻസർ പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങില്ല, അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ കുറെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉറങ്ങും. അപ്പൊ അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ക്ലാസ് ലൈവ് ആയിരിക്കും. അപ്പോ എത്ര പേരാണ് ഈ ഒരു വായനാശീലം വായിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ ബൈബിളെങ്കിലും കൃത്യമായിട്ട് വായിക്കുന്നു എന്നുള്ളവർ എത്ര പേരുണ്ട്? അപ്പോ നമുക്ക് ആ വായനയിൽ ഏർപ്പെടുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് നമ്മൾ ബൈബിൾ തന്നെ എടുക്കാം, ഒരുപാട് വാക്കുകൾ നമ്മളെ ചിന്തിക്കാത്ത തരത്തിലുള്ള, കാരണം എത്രയോ കാലങ്ങൾക്ക് മുൻപാണ് ബൈബിൾ എഴുതപ്പെട്ടത്. അപ്പൊ അതിൽ പോലും എന്താണ് ഒരുപാട് വാക്കുകൾ, നമുക്കറിയാത്ത ഒരുപാട് പദങ്ങൾ ബൈബിളിനകത്തുണ്ട്, അല്ലെ? ഒരുപാട് പദങ്ങൾ നമ്മൾ നോക്കുമ്പോ ഇപ്പൊ താമര എന്നൊരു പദം പറയുകയാണെങ്കിൽ ഒരുപാട് പര്യായ പദങ്ങളുണ്ട്, അല്ലെ? എന്തൊക്കെയാണ് താമരയുടെ പര്യായ പദങ്ങൾ? താമരയുടെ മറ്റു പദങ്ങൾ അംബുജം, കമലം, നളിനം, അല്ലെ? പാരിതം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാക്കുകളുണ്ട്. അപ്പൊ ശരിക്ക് നമ്മള് ഒരു സാഹിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് പദങ്ങളുടെ ഒരു സമ്പത്താണ്. വായനാശീലം വേണം, ഒപ്പം എന്താണ് ഒരു പദങ്ങളുടെ കൂട്ടം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഒരു രചനയിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം എന്താണ് സാഹിത്യം? നമ്മൾ സാഹിത്യത്തിന്റെ വിഭാഗങ്ങളാണ് കവിത, കഥ, അതൊക്കെ, അല്ലെ? ഉപന്യാസം ഒക്കെ. അപ്പൊ അതിനു മുമ്പ് എന്താണ് സാഹിത്യം എന്ന് പറയുന്നത്? ആർക്കെങ്കിലും പറയാമോ? സാഹിത്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിഷയത്തെ പറ്റി ആധികാരികമായി പഠിക്കുന്നതാണ് സാഹിത്യം. ഓക്കെ, പിന്നെ വേറെ ഒന്നും പറയാനില്ല. എന്താണ് സാഹിത്യം? അതിൽ തന്നെ ഉണ്ട്. നമ്മൾ കഥ വായിക്കാറുണ്ട്, കവിത വായിക്കാറുണ്ട്, അല്ലെ? ഗാനം ഒന്നും വേണ്ട, നമ്മൾ ഒരുപാട് ഗാനങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മള് പാഠ്യപുസ്തകത്തിൽ ഒരുപാട് ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് എന്താണ് സാഹിത്യം, അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന് പറഞ്ഞു, ഒരു പോയിന്റ് പറഞ്ഞു. ഇമാജിനേഷൻ, കറക്റ്റ്. ഇമാജിനേഷൻ, സങ്കല്പങ്ങൾ, ഭാവന, അല്ലെ? നമ്മൾ വെറുതെ എഴുതുന്നതല്ല എന്ത് സാഹിത്യം എന്ന് പറയും. നമ്മുടെ ഭാവനയിൽ നിന്ന്, അല്ലെ? യാഥാർത്ഥ്യത്തിനെ എന്താണ് ഭാവനയിലേക്ക് കൊണ്ടുവരും. ഭാവനയും കൂടെ ചേർത്ത് വരുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? ഒരു സാഹിത്യമായിട്ട് മാറും. വേറെ എന്തൊക്കെയുണ്ട്? ആസ്വാദന ശേഷി, അതായത് ഒരു കാര്യം എഴുതുമ്പോൾ അത് വായനക്കാരനെ വായിച്ചാസ്വദിക്കാൻ കഴിയണം, അല്ലെ? നമ്മള് കഥ വായിക്കുന്നതാണോ നോവൽ വായിക്കുന്നതാണോ ഇഷ്ടപ്പെടുന്നത്? കഥ വായിക്കാനാണോ നോവൽ? അല്ലെങ്കിൽ വേണ്ട, കഥയാണോ കവിതയാണോ നമുക്ക് ഇഷ്ടം? കഥ. എന്തുകൊണ്ടാണ് നമുക്ക് കഥ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? മനസ്സിലാവും. കഥ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, കവിത വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിന് കാരണം കവിതയ്ക്കകത്തും ഒരു കഥയുണ്ട്, ഒരു ആശയമുണ്ട്. പക്ഷെ നമ്മൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് മെനക്കെടാണ്, അതാണ് സത്യം, അല്ലെ? അപ്പൊ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും കഥ തന്നെയാണ്, അല്ലെ? അപ്പോ ആ കഥ എന്ന് പറയുന്നത് ഭാവനാശേഷി, ഒരു ഭാവന നമ്മുടെ കൃതിക്കകത്ത് കടന്നു വരണം. പിന്നെ വേറെ എന്തൊക്കെ പ്രത്യേകതയാണ് ഒരു സാഹിത്യത്തിനകത്ത് വരുന്നത്? ആലോചിച്ചു, ഏതെങ്കിലും
ഒരു കഥയോ കവിതയോ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. ഏതിനാ ഒന്നും വേണ്ട, കാക്കയെ കൂടെ അവിടെ അറിയാലോ, അതൊരു കവിതയാണ്, ഉള്ളൂർ എഴുതിയൊരു കവിതയാണ് അല്ലെ, അതെങ്കിലും മനസ്സിലോട്ട് കൊണ്ടുവരിക. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? പറഞ്ഞോ. നമ്മൾ പറയുന്നതെല്ലാം ശരിയാണ് കേട്ടോ, തെറ്റായിട്ടൊന്നുമില്ല. നമ്മൾ തെറ്റായിട്ടുള്ളത് നമ്മൾ എന്ത് ശരിയാക്കി എടുക്കും, അതാണ് ശരി. ഇപ്പൊ എന്താണ് സാഹിത്യം? ഇനി എന്തൊക്കെ ആവശ്യമുണ്ട് സാഹിത്യത്തിന്? ഭാവന മാത്രം വന്നാൽ സാഹിത്യമാവും? ആവോ? ഭാവന വന്ന് നമ്മുടെ മനസ്സ് നിൽക്കുകയാണ്, സങ്കല്പങ്ങളുടെ മനസ്സ് നടന്ന് നിൽക്കുകയാണ്. കവിത എഴുതാൻ പറ്റുമോ? വാക്കുകൾ, ഒക്കാബുലറി, വാക്കുകൾ, നേരത്തെ പറഞ്ഞ പദസമ്പത്ത് അല്ലെ, ഒത്തിരി പദസമ്പത്ത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കും. എന്നിട്ട് അതിന് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എഴുതണം അല്ലെ, എഴുതണം. അപ്പൊ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞുതരാം. കാരണം നമ്മള് ഇപ്പൊ ഇത് പറഞ്ഞതിനനുസരിച്ച് നമുക്ക് കവിത എഴുതാനും കഥ എഴുതാനൊക്കെ അറിയാൻ നമുക്ക് മനസ്സിലായി. അപ്പോ ഇനി കുറച്ച് ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, ഒരു കവിത, നമ്മളൊരു കവിതാരചനയ്ക്ക് അല്ലെങ്കിൽ ഒരു കഥാരചനയ്ക്ക് നമ്മൾ പങ്കെടുക്കാനായിട്ട് പോവുകയാണ്, ഒരു കവിതാരചന മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് എന്ത് തരും? വിഷയം തരും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതൊന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, നമുക്ക് കവിതാരചന മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ വായിക്കും വേറെ ബുക്കൊന്നും ഇല്ല നമുക്ക്. നമ്മൾ എന്ത് ചെയ്യും? അതിന് 20 മിനിറ്റ് സമയം. അപ്പൊ എന്ത് ചെയ്യും? ആലോചിക്കും, ചിന്തിക്കും, ആ വിഷയത്തെ കുറിച്ച് ചിന്തിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ചിന്തിച്ചിട്ട് പേനയും വെച്ചിട്ട് വെറുതെ എഴുതും അല്ലെ. നമ്മൾ ആലോചിക്കും, പിന്നെ നമ്മൾ എഴുതും അല്ലെ. അപ്പൊ നമുക്ക് ഒരു വിഷയം കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് കവിത എഴുതാൻ അറിയാം, പക്ഷെ എഴുതാനായിട്ട് നമുക്കൊരു എന്താണ് പരിശീലനം കിട്ടിയിട്ടില്ല. അതാണ് നമ്മുടെ പ്രശ്നം അല്ലെ. കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷെ അതിനുള്ള പരിശീലനം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഒരു വിഷയം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ആ വിഷയത്തെ, ഇപ്പോ സ്ത്രീ എന്നൊരു വിഷയം, ആ സ്ത്രീ എന്നൊരു വിഷയം നമ്മുടെ മനസ്സിൽ കിട്ടുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ചിന്തിക്കുക. എന്തൊക്കെ? സ്ത്രീയെ കുറിച്ച് അല്ലെ. ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീയെ കുറിച്ച് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ എന്ത് ചെയ്യുക? ചിന്തിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ അന്ന് അടുക്കി പെറുക്കി എടുക്കുക. അടുക്കി പെറുക്കി എടുക്കുക എന്ന് പറയും. ഉദാഹരണം പറയും, ഇപ്പൊ നമുക്ക് മനസ്സിലാവില്ല, ഉദാഹരണം വായിച്ചു തരാം. അടുക്കി പെറുക്കി എടുക്കുക എന്ന് പറയും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ആ പദസമ്പത്ത് അല്ലെങ്കിൽ ആ വാക്യങ്ങളെ ഒന്നൊന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അടുക്കി പെറുക്കി എടുക്കുക. എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മൾ എഴുതുക അല്ലെ. അപ്പോ സാഹിത്യം എന്ന് പറയുന്നത് വായനാശീലത്തിലൂടെയും പദസമ്പത്തിലൂടെയും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോ ഒരു കവിതാരചന, അപ്പൊ ഞാൻ ആദ്യം പോകുന്നത് കഥാരചനയിലോട്ടാണ്. കഥാരചന പറഞ്ഞിട്ട് കവിത, കാരണം നമുക്ക് ഇഷ്ടം കഥാരചനയാണ് അല്ലെ. പക്ഷെ ശരിക്കും എളുപ്പം എന്ന് പറയുന്നത് കവിതയാണ്. എഴുതാനായിട്ട് എളുപ്പം കഥാരചനയെക്കാളും. നിങ്ങൾക്ക് വായിക്കുന്നതിന് കുറച്ച് മോഡിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എഴുതുന്നതില് കഥയെക്കാളും എളുപ്പം കവിത എഴുതാനാണ്. ഇതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. അപ്പോ നമുക്ക് ഒരു കവിതാരചന കിട്ടി, ഒരു വിഷയം കിട്ടി, നമ്മൾ എഴുതി തുടങ്ങുന്നു. നമ്മൾ ഈ വിഷയം അല്ലെ, നമുക്ക് തരുന്ന വിഷയം അതേപടി നമ്മൾ എഴുതൂ. കവിതാരചനയുടെ കഥാരചന പ്രത്യേകതയാണ്, നമുക്ക് തരുന്ന വിഷയം അതേപടി നമ്മൾ എഴുതാറുണ്ടോ? ഇല്ല. എന്ത് ചെയ്യും? വിഷയം സ്ത്രീ എന്നുള്ള വിഷയം തന്നു, നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ കവിത എഴുതി തുടങ്ങുമ്പോൾ സ്ത്രീ എന്ന വിഷയം ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ എഴുതുന്നത്? അല്ല. ഒരിക്കലും തരുന്ന വിഷയം എന്താണോ ആ വിഷയം നമ്മൾ നമ്മുടെ കവിതയ്ക്ക് കൊടുക്കാനായിട്ട് പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മള് ഒരു രചനാ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു വിഷയം തരും അല്ലെ, നമുക്ക് എഴുതാനായിട്ട് വിഷയം തരും. ഒരിക്കലും നമ്മൾ ആ വിഷയം നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല. അതൊരു പോയിന്റ്. മനസ്സിലായോ? അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ രചനയ്ക്ക് ആവശ്യമായ ഘടകമാണ് ശീർഷകം അല്ലെങ്കിൽ തലക്കെട്ട് എന്ന് പറയും. എന്താണ് ശീർഷകം? തലക്കെട്ട്. അതായത് നമ്മുടെ ആ വിഷയത്തിലോട്ട് നമ്മൾ കൊണ്ടുവരാനായിട്ട് ആ വിഷയത്തിൽ തന്നെ നമുക്ക് എന്ത് വേണം? ഒരു വായിക്കുമ്പോൾ നമുക്കൊരു, അതായത് നമ്മൾ അതിലോട്ട് പ്രവേശിക്കാൻ കഴിയണം അല്ലെ. ശീർഷകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാൻ. അപ്പൊ ആദ്യം ഞാൻ ശീർഷകം എന്താണെന്ന് പറയാം. അപ്പൊ അവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ശീർഷകം ഒരിക്കലും രചനാ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ആദ്യം ശീർഷകം എഴുതാൻ പാടില്ല. മനസ്സിലായോ? ശീർഷകം ആദ്യം നമ്മൾ എഴുതാനായിട്ട് പാടില്ല.
ഓക്കെ, അപ്പോ നമ്മള് ഒരു രചനാ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ശീർഷകം നമ്മുടെ സ്വന്തമായിരിക്കും. തരുന്ന അതായത് മത്സരം കണ്ടക്ട് ചെയ്യുന്ന ആൾ തരുന്ന വിഷയമല്ല നമ്മൾ എഴുതേണ്ടത്. അതൊരു പോയിന്റാണ്. രണ്ടാമത്, വിഷയം എഴുതേണ്ടത് എപ്പോഴാണ്? ആദ്യമാണോ? ഇല്ല, നമ്മുടെ കവിത അല്ലെങ്കിൽ നമ്മുടെ കഥ എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നൊരു വിഷയം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തി കൊടുക്കണം. അതായത് യോജിക്കുന്നതായിരിക്കണം, യോജിക്കാത്തതല്ല, അതിനോട് യോജിക്കുന്ന ഒരു വിഷയം. അപ്പൊ നമ്മൾ തലക്കെട്ട് അല്ലെങ്കിൽ ശീർഷകം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയുള്ള തലക്കെട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്? തലക്കെട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ശീർഷകം അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഹെഡിങ് ഇല്ലേ? ഹെഡിങ് ആണ് തലക്കെട്ട് പറയുന്നത്. കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതായത് പഠിച്ചു നീട്ടി നമ്മൾ മറ്റൊരു വിഷയം ടോപ്പിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ ലളിതമായിട്ടുള്ള അതായത് ആ ടോപ്പിക്ക് വായിക്കുമ്പോൾ തന്നെ എന്താണ് വായനക്കാരനെ അതിനോട് കൊണ്ടുപോകണം. നമുക്ക് വായിക്കാനായിട്ട് തോന്നുന്ന ആ ടെൻഡൻസി ഉളവാക്കുന്ന തരത്തിലുള്ള ചെറിയ ലളിതമായിട്ടുള്ള വിഷയങ്ങൾ കൊടുക്കാം. ഏറ്റവും ലളിതമായിട്ടുള്ള വിഷയം കൊടുക്കാം. ലളിതം, അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് വലിയ കടുകട്ടി വാക്കുകളൊന്നും നമുക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ എഴുതുമ്പോൾ ഒരുപാട് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. MT വാസുദേവൻ നായർ വെച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. MT കൃതികൾ പറയാൻ പറ്റുമോ? ആ, കാലം. ഓക്കെ ഓക്കെ, അപ്പൊ വായിക്കുന്ന ആളുണ്ട് ഇതിനകത്ത്. ആ ശരി, അപ്പൊ ഒരു ക്ലാപ്പ് കൊടുക്കാൻ കേട്ടിടയ്ക്ക്, കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ അവർക്കൊരു ഇതാവട്ടെ. അപ്പോ നാലുകളില് രണ്ടാം കൊല്ലം കാലം, അസുരവിത്ത്, ഇരുട്ടിന്റെ ആത്മാവ്, തീർന്നു. പക്ഷെ ഞാൻ പറയാൻ വേണ്ടി ഇതൊന്നും അല്ല. രണ്ടാം മൂഴം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പോ രണ്ടാം മൂഴം വായിച്ചിട്ടുള്ള ആരെങ്കിലും വായിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഡിഗ്രി ബാച്ചിന്, ഇപ്പോഴത്തെ കുറച്ച് മുമ്പുള്ള ഡിഗ്രി ബാച്ചിന് പഠിക്കാനായിട്ടുണ്ടായിരുന്നു രണ്ടാം മൂഴം. അപ്പൊ അവിടെ കേന്ദ്ര കഥാപാത്രമാണ് ഭീമസേനൻ അല്ലെ? കേന്ദ്ര കഥാപാത്രമാണ് ഭീമസേനൻ. അവിടെ MT പേര് കൊടുത്തപ്പോൾ ഭീമസേനൻ എന്ന പേരല്ല കൊടുത്തത്. എന്താ പേരാ കൊടുത്തത്? ആ നോവലിന് കൊടുത്ത പേരെന്തായിരുന്നു? രണ്ടാം മൂഴം. എന്തുകൊണ്ടാണ് രണ്ടാം മൂഴം എന്ന പേര് കൊടുത്തത്? എന്തുകൊണ്ടായിരിക്കാം? വായിച്ചവർക്ക് അറിയായിരിക്കും എന്തുകൊണ്ടാണ് രണ്ടാം മൂഴം. ഊഴം അവസരം, രണ്ടാമത്തെ അവസരം എന്നൊരു പേരാണ് MT. അപ്പൊ നമുക്ക് ചിലപ്പോ ആ രചനയ്ക്ക് നൽകുന്ന പേര് ഭീമസേനൻ ആയിരിക്കും. പക്ഷെ MT കൊടുത്ത പേരെന്തായിരുന്നു? രണ്ടാം മൂഴം. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാനുള്ള കാരണം? കഥ വായിച്ചവർക്കറിയാം, നോവൽ വായിച്ചവർക്കറിയാം. അതിനകത്ത് ഭീമസേനൻ കേന്ദ്ര കഥാപാത്രമാണ് ഭീമസേനൻ. പക്ഷേ ഭീമസേനന്റെ കിട്ടുന്ന അവസരങ്ങൾ എപ്പോഴും രണ്ടാമതായിരുന്നു അല്ലെ? എപ്പോഴും കാരണം നല്ല ബലശാലിയാണ്, എല്ലാമാണ്, എല്ലാത്തിനും ഒന്നാമായി നിൽക്കേണ്ടുന്ന ഭീമസേനന് എന്താണ് കിട്ടിയ അവസരം പോലും എന്താണ് എപ്പോഴും രണ്ടാമതായിരുന്നു അല്ലെ? പഞ്ചപാണ്ഡവന്മാരിൽ ഒരാളാണ് ഭീമസേനൻ. എത്ര ഭാര്യമാരുണ്ടായിരുന്നു? പഞ്ചപാണ്ഡവന്മാർക്ക് എത്ര ഭാര്യ ഉണ്ടായിരുന്നു? ഒരൊറ്റ ഭാര്യ ഉണ്ടായിരുന്നു. 5 സഹോദരന്മാർക്കൂടെ ഒറ്റ ഭാര്യ. അപ്പോഴും എന്താണ് എപ്പോഴും രണ്ടാമത്തെ സ്ഥാനം മാത്രമാണ് ആർക്ക് കിട്ടിയത്? നമ്മുടെ ഭീമസേന. അതുകൊണ്ട് MT കൊടുത്ത പേരെന്തായിരുന്നു? രണ്ടാം മൂഴം. നമ്മൾ കൊടുക്കുവോ? നമ്മൾ കൊടുത്ത കൂടിപ്പോയി നമ്മുടെ പേര് കൊടുക്കും ഭീമസേന അല്ലെ? ആ ഒരു പേരാണ് നമ്മുടെ മനസ്സിൽ വരുള്ളൂ. പക്ഷെ അദ്ദേഹം എഴുതി വന്നപ്പോൾ എല്ലാത്തിലും രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ നേടിയെടുത്ത വ്യക്തിയായിരുന്നു ഭീമസേനൻ. അതുകൊണ്ട് എന്താണ് രണ്ടാം മൂഴം എന്നുള്ള പേരാണ് ആര് കൊടുത്തത്? MT വാസുദേവൻ നായർ കൊടുത്തത്. അതുപോലെ ബഷീറിന്റെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഏതൊക്കെയാ? ബാല്യകാലസഖി, പാത്തുമ്മേടാണ്, ഇഞ്ചുപ്പാപ്പയ്ക്ക് ആന ഉണ്ടായിരുന്നു, ഉച്ചീത്ത് കളിക്കാരന്റെ മകൻ, ചിപ്പിയോ, അങ്ങനെ ഒരു കഥ ബഷീർ എഴുതിയിട്ടില്ല. ഇനി വേറെ ഏതെങ്കിലും ബഷീർ എഴുതിയിട്ടുണ്ടോ അറിയില്ല. നമ്മുടെ പരിസരത്തുള്ള ഏതെങ്കിലും ബഷീർ എഴുതുന്നത്. ഞാൻ ചോദിച്ചത് നമ്മുടെ എന്താണ് ഏത് ബഷീറാണ്? മലയാള സാഹിത്യത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ബഷീർ. പിന്നെ വേറെ പ്രേമലേഖനം, വേറെ തീർന്നോ? ശബ്ദങ്ങൾ, മതിലുകൾ, ഇതൊക്കെ നമ്മൾ സിനിമയായിട്ടുള്ള കൃതികളാണ് അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികൾ ഒന്ന് ഉണ്ടാക്കുന്നു അല്ലേ? അവിടുത്തെ കേന്ദ്ര കഥാപാത്രം വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? അവനെ
കുറച്ച് വായിച്ചിട്ടുണ്ട്. ശരി. എവിടെ ഏതൊക്കെ ക്ലാസ്സുകളിൽ ചെറിയ ചെറിയ പാട്ട് പഠിക്കാനായിട്ടുണ്ട്. അതിൽ കേന്ദ്ര കഥാപാത്രമാണ് കേന്ദ്ര കഥാപാത്രം കുഞ്ഞാമിന അല്ലെ. അതിന്റെ കേന്ദ്ര കഥാപാത്രമാണ് കുഞ്ഞാമിന. ആ കുഞ്ഞാമിന പറയുന്ന ഒരു ഇതാണ് ഉപ്പാപ്പയ്ക്ക് ആനയുണ്ട്. എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു. നമ്മൾ എഴുതും അങ്ങനെ കേട്ടു അല്ലേ. എന്റെ ഉപ്പാപ്പയ്ക്ക് അല്ലെ എന്റെ അപ്പൂപ്പന് ഒരു ആന ഉണ്ടായിരുന്നു. പക്ഷെ ബഷീർ എങ്ങനെയാ പേര് കൊടുത്തത്? ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതില് ആ ഒരു ശൈലി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് വായനക്കാരനെ അതിലേക്ക് കൊണ്ടുപോകും അല്ലെ. ആ പേരിൽ തന്നെ കുറെ അഹങ്കാരം അല്ലെ. ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ധ്വനിക്കുന്ന എന്താണ് ഒരു അഹങ്കാരം. ഞാൻ നിസ്സാരമല്ല. എന്താണ് എന്റെ ഉപ്പാപ്പയ്ക്ക് എന്തുണ്ടായിരുന്നു? ആനയുണ്ട്. നമ്മൾ അഹങ്കാരം ധരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ശീർഷകത്തിൽ തന്നെ ഒരുപാട് ആശയങ്ങൾ നൽകുന്നവയാകണം നമ്മൾ കൊടുക്കുന്ന തലക്കെട്ട്. മനസ്സിലായോ? അപ്പൊ തലക്കെട്ട് കൊടുക്കേണ്ടത് ആദ്യമേ അല്ല. നമ്മൾ കൃതി എഴുതി കഴിഞ്ഞിട്ട് അവസാനമാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? തലക്കെട്ട് കൊടുക്കേണ്ടത്. അപ്പൊ തലക്കെട്ട് കൊടുക്കേണ്ടത് നമ്മൾ എഴുതിയ കൃതി എന്താണോ അതിനെ ബേസ് ചെയ്ത് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ ലളിതമായിരിക്കണമെന്ന് പറഞ്ഞില്ലേ. എന്താണ് എഴുത്ത് തലക്കെട്ടെന്നാണ് വളരെ ചെറുതായിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ വലിയ തലക്കെട്ടുകളില്ലേ. പെഞ്ചുപ്പാപ്പയ്ക്ക് ആനയുണ്ടാണെന്ന് പറയുമ്പോൾ എന്താണ് വലുതാണ് അല്ലെ. ബാല്യകാല സഖി എന്ന് പറയുമ്പോൾ ചെറുതാണ്, ചെറിയ വാക്കാണ് അല്ലെ. നമ്മുടെ പുതിയ പുതിയ സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് അല്ലെ. സിനിമയുടെ പേരൊക്കെ എന്താണ്? വളരെ വലിയ പേര് ഏതെങ്കിലും പറയാമോ? എക്കോ വലിയ പേരാണോ? ചെറുത്. എക്കോ ചെറുതാണ്. അതെ. അതുപോലെ നമുക്ക് നീലാകാശം അങ്ങനത്തെ ഒരു സിനിമ ചുവന്ന ഭൂമി. വലിയൊരു പേര്, ഒറ്റ വാക്കല്ല അല്ലെ. അപ്പൊ ലളിതം എന്ന് പറയുമ്പോ അതിനകത്ത് വാക്കുകൾ 3-4 കാണുമെങ്കിലും നമുക്ക് അതിലോട്ടുള്ള ഒരു ആകർഷണം തോന്നുന്നുണ്ട് അല്ലെ. അതിനകത്ത് എന്തായിരിക്കും? നീലാകാശം പറയുമ്പോ ആകാശം നീലയും നമുക്കറിയാം. പക്ഷെ എന്തൊക്കെ ഒരു പുതുമ അതിനകത്ത് ഉണ്ട്. അപ്പൊ ലളിതമായിട്ടുള്ള വാക്കുകളാണെങ്കിൽ പോലും നമ്മെ ആകർഷിക്കുന്നവയായിരിക്കണം ഏത്? നമ്മുടെ തലക്കെട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ തലക്കെട്ട് കൊടുക്കേണ്ട ആ ഒരു വലിയ പേര് കൊടുക്കാൻ നമ്മൾ എഡിറ്റോറിയൽ കേട്ടോ. എഡിറ്റോറിയൽ ഈ കൊച്ചു കുട്ടികൾക്ക് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് എഡിറ്റോറിയൽ എഴുതുക. 10ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ ഉണ്ട്. ഇവിടെ 10ാം ക്ലാസ്സിലൊക്കെ ഉണ്ടോ? ഇല്ലേ? ആരുമില്ലേ? ശരി. അപ്പോ അവർക്ക് ചോദിക്കുന്ന എന്താ എഡിറ്റോറിയൽ? എഡിറ്റോറിയൽ വെച്ചെന്താണ്? നമ്മൾ പത്രം വായിക്കുന്ന സമയത്ത് ഒരു തലക്കെട്ടും ഒരു വാർത്തയും കൊടുത്തിരിക്കില്ലേ? അത് തന്നെയാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ആദ്യം അതിന്റെ സ്ഥലം എഴുതും, എവിടെയാണ് സംഭവം നടന്നത് ആ സ്ഥലം എഴുതും. അതിനുശേഷം അതിനെ കുറിച്ച് ചെറുതായിട്ട് വിശദീകരിക്കും. പിന്നെ അതിനുശേഷം എന്താണ് അപ്പൊ വാർത്ത വായിക്കുമ്പോൾ അറിയാം നമുക്ക് അതിനെ കുറിച്ച് ടീച്ചറായിട്ട് പറയും. അതാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ എഡിറ്റോറിയലിലൊക്കെ നമ്മള് ഹെഡിങ് കൊടുക്കുമ്പോ ഈ പറഞ്ഞ ചെറിയ ഹെഡിങ് അല്ല. സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രീ എന്ന് മാത്രമല്ല അവിടെ പറയുന്നത്. വാർത്ത പത്രം വായിക്കാറുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഹെഡിങ്ങിനൊക്കെ ഒരുപാട് ലെങ്ത് ഉണ്ട്, ഒരുപാട് നീളമുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നീളം കൂടിപ്പോയാലും പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ വായനക്കാരനെ ആ ശീർഷകത്തിലൂടെ എന്ത് ചെയ്യണം? വായനയിലേക്ക് നയിക്കുന്നത് ആകണം. ഇത്രയാണ് ശീർഷകത്തെ കുറിച്ച് പറയുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ? ശീർഷകം എഴുതുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ശീർഷകം നമ്മൾ കൃതി കിട്ടി, ശീർഷകം എഴുതുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റുന്നു? എഴുതിപ്പിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കവിതയും എഴുതിപ്പിക്കാം. അപ്പൊ നമുക്കത് കുറച്ചൊന്ന് മനസ്സിലാവും. എന്തെങ്കിലും സംശയം ഉണ്ടോ? അടുത്ത ടോപ്പിക്കിലോട്ട് പോട്ടെ. അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെയാണൊരു കഥാരചനയില് ഏർപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ മോനെ? വരും. അതെ, വായിക്കാൻ തോന്നും. അതല്ലേ പറഞ്ഞത്. ചെറിയ സിഗ്നിഫിക്കന്റ് വേണമെന്നില്ല. വലുതായാലും ഞാൻ പറഞ്ഞില്ലേ സിനിമയുടെ പേര് നമുക്ക് അവരോട് കൊണ്ടുപോകും. വലുതായാലും ലളിതമായിരിക്കും, അത്രേ ഉള്ളൂ. ഏതായിരുന്നാലും എന്താണ് നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് വായനക്ക് ഇത്രയും ഒരു വലിയ സംഭവം പറഞ്ഞു. നല്ല വായനാശീലത്തിലോട്ട് അല്ല ശീലമുള്ളൊരു വ്യക്തിയാണെന്ന് മനസ്സിലായി. കാരണം ഒരുപാട് കാര്യങ്ങൾ വായിച്ച ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ വായനയിലേക്ക് നയിക്കുന്നത് എന്താണ്? നമ്മുടെ നല്ല ശീർഷകങ്ങൾ തന്നെയാണ്. സംശയം ഉണ്ടല്ലേ? വേറെ എന്തെങ്കിലും അധികമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നിർത്തുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കഥാരചന എങ്ങനെയാണ് നമ്മള് കഥാരചന നമുക്ക് ആവശ്യമുള്ള ഘടകമാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ കഥ എഴുതുന്നത്, എങ്ങനെയാണ് നമ്മൾ കവിത എഴുതുന്നത് അല്ലെ. ആദ്യം കഥാരചനയിലോട്ട് പോകാം. എങ്ങനെയാണ് നമ്മൾ കഥ എഴുതുന്നത്?
നമ്മള് കൊച്ചു കുട്ടികൾ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന കുറെ കൊച്ചു കുട്ടികളുണ്ട്, അവരെ സംബന്ധിച്ച് അവരുടെ കഥ എന്ന് പറയുന്നത് ഒരിടത്ത് ഒരിടത്ത് എന്നൊക്കെ പറയാൻ തുടങ്ങുന്നില്ലേ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് കഥകൾ, നമ്മുടെ ബാലകൃതികൾ അല്ലെ. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരിടത്ത് ഒരു ആമയും മുയലും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിടത്ത് എന്ന് തുടങ്ങുന്ന കഥകള് കൊച്ചു കുട്ടികൾക്ക് അല്ലെ. അറിയാമോ അങ്ങനെയുള്ള കഥകൾ? ഏതൊക്കെ കഥ അറിയാം? കൊരങ്ങച്ചന്റെ കഥയും അല്ലെ രാജാവിന്റെ കഥയൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് മത്സരത്തിന് പോകുമ്പോൾ, നമ്മൾ മുതിർന്നവരാണ്, ഇപ്പൊ യൂത്തിന്റെ മത്സരത്തിൽ പോവുകയാണ്, നമ്മളൊരു വിഷയം കിട്ടി, നമ്മൾ എഴുതി തുടങ്ങുന്ന ഒരിടത്തൊരിടത്ത് രാജാവുണ്ട്, അല്ലെങ്കിൽ ഒരിടത്തൊരിടത്തൊരു അമ്മ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ കഥയാവോ? ആവോ? ഇല്ല. നമ്മൾ എങ്ങനെ എഴുതും? സാധാരണ എങ്ങനെ എഴുതും? ഈ പറഞ്ഞതുപോലെ ഒരിടത്തൊരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു എന്നായിരിക്കും നമ്മൾ തുടങ്ങുന്നത് അല്ലെ. പക്ഷേ അങ്ങനെ ഒരിക്കലും തുടങ്ങാനായിട്ട് പാടില്ല. അതായത് കഥയുടെ ആരംഭം അതിന്റെ അവസാനം നാടകീയമായിട്ടാണ് ചെയ്യേണ്ടത് തുടങ്ങേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? കഥയുടെ ആരംഭവും അവസാനവും നാടകീയമായിരിക്കണം അല്ലെ. ഒരു കഥ വായിക്കുമ്പോൾ, കഥ നിങ്ങൾ കേട്ടത് ഇഷ്ടമുള്ള ഏതെങ്കിലും കഥ, ഏതെങ്കിലും കഥ വായിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ ചെറിയ ബാലസാഹിത്യ കൃതികളല്ല, ഈ നമ്മുടെ ബഷീറിന്റെയും നമ്മുടെ അങ്ങനെയുള്ള കഥകളില്ലേ, ആ കഥ വായിക്കുമ്പോൾ ഒരു കഥയ്ക്കകത്ത് ഉണ്ടായിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ എന്ന് പറഞ്ഞു, എന്തൊക്കെ ഉണ്ടായിരിക്കും കഥയ്ക്കകത്ത്? എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒന്നും ഉണ്ടാവില്ല. പറഞ്ഞോ? കഥാപാത്രം. കറക്റ്റ്, കഥാപാത്രം ഉണ്ടായിരിക്കും. ഒരു കഥയ്ക്കകത്തായിരുന്നാലും നോവലിനകത്തായിരുന്നാലും ഒരു കവിതയ്ക്കകത്ത് എന്തുണ്ടാവും? കഥാപാത്രം ഉണ്ടായിരിക്കും. പിന്നെ എന്തുണ്ടായിരിക്കും? ആ തലക്കെട്ടുണ്ടായിരിക്കും. കഥയ്ക്കൊരു തലക്കെട്ട്, അവൻ പറഞ്ഞു തലക്കെട്ടുണ്ടായിരിക്കും. പിന്നെ കഥാപാത്രങ്ങളും തലക്കെട്ടുണ്ടായിരുന്ന ഒരു കഥയാവോ? ആവോ? പശ്ചാത്തലം അല്ലെ, പശ്ചാത്തലം ഉണ്ടായിരിക്കും അല്ലെ. കഥയ്ക്കൊരു കഥാവസ്തു എന്ന് പറയും, പശ്ചാത്തലം ഉണ്ടായിരിക്കും. പിന്നീട് ഒരു കഥ മനസ്സിലോട്ട് കൊണ്ടുവരിക, ഈ കാര്യം കൊണ്ട് പറയാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ഉറക്കം വരും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓർമ്മ, അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞു ഭാവനയിൽ നിന്ന് വിടരുന്നതായിരിക്കും. വെറുതെ ഒരു കഥ എഴുതി വെച്ചാൽ അത് കഥയാകില്ല അല്ലെ. അപ്പൊ ഈ പറഞ്ഞതുപോലെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. കഥയ്ക്ക് എന്താണ്? ഒരു പശ്ചാത്തലം, ആദ്യം ഒരു ആശയം വേണം അല്ലെ. നമ്മൾ എവിടെ തുടങ്ങിയാലും എവിടെ അവസാനിപ്പിച്ചാലും എന്ത് വേണം? ആശയം വേണം. കഥ തുടങ്ങുന്നതും അവസാനിക്കുന്നതും നാടകീയമായിട്ടായിരിക്കും. ഞാൻ ഒരു കഥ വായിച്ചു തരാം, ഒരു കഥയുടെ ചെറിയൊരു ഭാഗം വായിച്ചു തരാം. അതിന്റെ ഒരേ കഥ തന്നെ രണ്ട് തരത്തിൽ എഴുതിയതാണ്. ഒന്ന് വായിച്ചു തരാം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കഥയുടെ പേരെന്ന് പറയുന്നത് രാമു എന്ന കുട്ടി. വായിച്ച് ശ്രദ്ധിച്ചിരിക്കുക. രണ്ട് തരത്തിൽ എഴുതിയ കഥയാണ്. ഒരേ കഥയാണ്, ഒരേ ആശയമാണ്, രണ്ട് തരത്തിൽ എഴുതി. ഇതിൽ ഏതാണ് മികച്ചതെന്ന് നിങ്ങൾ തന്നെ പറയുക കേട്ടോ. രാമു എന്ന കുട്ടി. ഒരിടത്ത് രാമു എന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവന് 5 വയസ്സായപ്പോൾ പള്ളിക്കൂടത്തിൽ ചേർത്തു. വീട്ടിൽ നിന്നും 1 മൈലിനപ്പുറമാണ് പള്ളിക്കൂടം. ബെല്ലടിച്ചു. അവൻ ക്ലാസ്സിൽ കയറി. ടീച്ചർ എത്തി. അവൻ ബെഞ്ചിൽ കാരാട്ടിയിരുന്നു. കാരാട്ടിയാൽ അമ്മ മരിച്ചു പോകുമെന്ന് ടീച്ചർ പറഞ്ഞു. അവന് വല്ലാത്ത ആധി കവി. അമ്മയെ രക്ഷിക്കണമെന്ന് സകല ദൈവങ്ങളെയും വിളിച്ചു അവൻ പ്രാർത്ഥിച്ചു. സ്കൂൾ വിട്ട് കോരിച്ചെരിയുന്ന മഴയത്ത് കരഞ്ഞുകൊണ്ട് അവൻ ഓടി. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഉമ്മറത്തുണ്ട്. അവന് ആശ്വാസമായി. ഇതൊരു കഥയാണ്. കഥയുടെ പേരെന്തായിരുന്നു? രാമു എന്ന കുട്ടി. ഇനി ഇതിന് ഞാൻ കുറച്ച് മാറ്റിയിട്ട് വേറെ കഥ, ഇതേ സെയിം തന്നെ, ആശയം സെയിം ആണ്, വേറെ രീതിയിൽ നിന്ന് വായിച്ചു തരാം. മനു, കാലാട്ടല്ലേ മോനെ, അമ്മ മരിച്ചു പോകും, ടീച്ചർ പറഞ്ഞു. അവൻ രാവിലെ മുതൽ കാലാട്ടുകയാണ്. ഇപ്പോൾ സമയം ഏറെ വൈകി. അമ്മ എപ്പോഴേ മരിച്ചിട്ടുണ്ടാകും. അവനത് സഹിക്കാനായില്ല. എന്റെ പൊന്നു ദൈവങ്ങളെ, എന്റെ അമ്മയെ ജീവിപ്പിക്കണേ, ഞാൻ അറിയാതെ ചെയ്തതാണേ. സകല ദൈവങ്ങളെയും വിളിച്ച് കരഞ്ഞു. ഈ 1ാം ക്ലാസ്സുകാരന്റെ അറിവില്ലായ്മ ഓർക്കണേ കർത്താവേ. ദൈവമേ, എന്റെ അമ്മയെ രക്ഷിക്കണമേ.
സ്കൂൾ വിട്ട് ഒരു ഓട്ടമാണ്. മഴ കോരിച്ചൊരിയുന്നുണ്ട്. പുസ്തകം ഉള്ളിലാക്കി അവൻ ഓടി. 1 മൈൽ ദൂരം താണ്ടി നിറഞ്ഞില്ല. വീട്ടുമുറ്റത്തെത്തിയപ്പോൾ നിറച്ചിരിയോടെ അമ്മ കണ്ണുനീർ. ഈശ്വരന്മാർ എന്റെ വിളി കേട്ടു. അവൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. 2 കഥയാണ്, ഒരേ ആശയമാണ്. രണ്ടാമത്തെ കഥയുടെ പേര് പ്രാർത്ഥന എന്നാണ്. ഇതിൽ ഏതാ മികച്ച കഥ? രണ്ടാമത്തെ കഥ. രണ്ടാമത്തെ കഥയാണ്. പിന്നെ കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് ആദ്യത്തെ കഥയാണ്. കാരണം അവർക്ക് എന്താണ്, ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു എഴുതാൻ അവർക്ക് അറിയാവും അല്ലെ. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് ഇതിന്റെ ആരും നിങ്ങൾ ശ്രദ്ധിച്ചത്? എന്താണ്? മനു, താലാട്ടല്ലേ മോനെ, അമ്മ മരിച്ചു പോകും, ടീച്ചർ പറഞ്ഞു. അവൻ രാവിലെ മുതൽ താലാട്ടുകയാണ്. ഇപ്പോൾ സമയം ഏറെ വൈകി, അമ്മ എപ്പോഴേ മരിച്ചിട്ടുണ്ടാകും. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ഈ കഥ പറയുമ്പോ എന്താണ്, താലാട്ടിയാൽ അമ്മ മരിച്ചു പോകുന്നത് എന്താണ്, ഒരു നാടൻ പ്രയോഗമാണ് അല്ലെ. അപ്പൊ ആ നാടൻ പ്രയോഗത്തെ കഥയിലോട്ട് കൊണ്ടുവരിക മാത്രമല്ല, അതെന്ത് ചെയ്തു, നാടകീയമായിട്ട് തന്നെ എന്ത് ചെയ്തു, അവതരിപ്പിച്ചു അല്ലെ. അല്ല ചാടി വീണ് ഈ കുട്ടി സ്കൂളിൽ പഠിക്കുന്നതാണ് എന്ന് സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറയുന്നുണ്ടോ? അല്ല അല്ലെ. ബെല്ലടിച്ചപ്പോൾ അവൻ സ്കൂളിലോട്ട് എത്തി എന്ന് പറയുമ്പോൾ എന്താണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് മനസ്സിലായി. അവന്റെ പേര് രാഹു ആണെന്ന് പറയുന്നില്ല, പക്ഷെ പറയാതെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അതിനിടയിൽ എവിടെയൊക്കെയോ രാമു എന്ന് വന്നു പോകും അല്ലെ. പിന്നെ അതുപോലെ എന്താണ്, കുട്ടിയുടെ പ്രാർത്ഥന അല്ലെ. കുട്ടി പ്രാർത്ഥിക്കുകയാണ്, ഞാൻ അറിവില്ലാതെ, കൊച്ചുകുട്ടിയാണ്, ഞാൻ അറിവില്ലാതെ ചെയ്തു പോയതാണ്, എന്റെ ദൈവമേ കൊടുക്കണമേ, എന്റെ അമ്മ മരിക്കരുത് എന്നോ പ്രാർത്ഥിക്കുകയാണ് അല്ലെ. എന്നിട്ട് എന്താണ്, നിശബ്ദമായിട്ട് അവൻ വീട്ടിലോട്ട്, അതുപോലെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് മഴ കോരിച്ചൊരിയുന്നത് നേരത്തെ കഥയിൽ പറഞ്ഞു. ഇവിടെ എന്താണ്, മഴ കോരിച്ചൊരിയുന്നത് കൊണ്ട് അവൻ പുസ്തകത്തെ ഉടുപ്പിനുള്ളിലാക്കി. മനസ്സിലായ ഒരു പ്രയോഗം കണ്ടോ? ഉടുപ്പിനുള്ളിലാക്കിയിട്ട് അവൻ എന്ത് ചെയ്തു, ഓടി വീട്ടിലേക്ക് പോയ സമയത്ത് ഉമ്മർക്കാരെ കണ്ടു, അമ്മയെ കണ്ടു. അപ്പൊ രണ്ടിലും എന്തുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. മറ്റൊരു കഥയായിട്ട് പറഞ്ഞു പോകുന്നു, രണ്ടാമത് പറയാതെ പറയുന്നു അല്ലെ. പല കാര്യങ്ങളും പറയാതെ പറയുന്നു, നമ്മൾ അതിലൂടെ എന്ത് ചെയ്യുന്നു, വായിച്ച് മനസ്സിലാക്കുന്നു. ഇതില് ഞാൻ പറയാം, ഇതിൽ നമുക്ക് എന്ത് കാര്യം മനസ്സിലായി, നാടകീയമായിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കണം കഥ. നാടകീയം, ഒരു നാടകം കണ്ടുപോലെ തോന്നില്ല രണ്ടാമത്തെ വായിച്ചപ്പോ. ആദ്യം വായിച്ചപ്പോൾ കുട്ടി ഒരു അമ്മയോട് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞ രീതിയിൽ അല്ലെ. അപ്പൊ ഇതിനകത്ത് ഈ രണ്ടാമത്തെ കഥ വായിച്ചപ്പോൾ പ്രത്യേകത ഒന്ന് പറഞ്ഞു. അതിന് നമുക്ക് എന്താണ് കഥാരചനയുടെ പ്രത്യേകത എന്ന് പറയാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് പ്രത്യേകത? എന്തൊക്കെയാണ് കഥാരചന രചിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇത് കണ്ട് നമ്മൾ നമ്മൾ കഥ എഴുതും. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുമോ നമുക്ക് നോക്കാം കേട്ടോ. എങ്ങനെയാണ് കഥാരചനയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്നാമതായിട്ട് പറഞ്ഞതുപോലെ ശീർഷകം ഞാൻ ആദ്യം പറഞ്ഞില്ല, പ്രാർത്ഥനയെന്ന് ആദ്യം പറഞ്ഞില്ല. ആ രണ്ടാമത്തെ കഥ എഴുതി കഴിഞ്ഞ് നമ്മൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ പേര് ശീർഷകം എന്ന് ഞാൻ പറഞ്ഞത് അല്ലെ. സോറി, പ്രാർത്ഥന എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഒന്നാമതായിട്ട് കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ. ആരായിരുന്നു? രാമു ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, ടീച്ചർ. 3 കഥാപാത്രങ്ങളുണ്ട്. പറയാതെ പറഞ്ഞ് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഒന്നാമതായിട്ട് കഥാപാത്രം. അപ്പൊ കഥാരചനയ്ക്ക് ആവശ്യമായി എഴുതി വെക്കുക. കഥാരചന നമ്മൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താണ്? കഥാപാത്ര സൃഷ്ടി. കഥാപാത്രങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം, അതിന് പേര് കൊടുക്കണം. അവരെ കുറിച്ച് വർണ്ണിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വർണ്ണിക്കുക. അത് കാരണം രാമു എന്ന് പറയുന്ന ഒരു കുട്ടിയാണെന്ന് മാത്രം ഇവിടെ പറഞ്ഞുള്ളൂ അല്ലെ. അവനെ കുറിച്ച് അവന്റെ എന്താണ്, അവന്റെ വേഷവിധാനങ്ങൾ എന്താണ്, നമ്മൾ ഉടുപ്പിനുള്ളിലാക്കി എന്ന് പറയുമ്പോൾ പഴയകാലത്ത് കുട്ടികൾ ഉടുപ്പ് ധരിച്ചിരുന്നില്ല അല്ലെ, പഴയകാലത്ത്. അപ്പൊ ഇന്ന് ഒരു പുതിയൊരു കുട്ടിയാണ്, ഉടുപ്പ് ധരിച്ചിട്ടുണ്ട്. അവന്റെ പുസ്തകം അവൻ ഉടുപ്പിനുള്ളിലാക്കി എന്ന് പറയുമ്പോൾ ഉടുപ്പ് ധരിച്ചിട്ടൊക്കെ മനസ്സിലാക്കുക. വേഷവിധാനങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കഥാപാത്രങ്ങളെ പറയുമ്പോൾ നമുക്ക് വർണ്ണിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, എന്താണ്? കഥാപാത്ര സൃഷ്ടി. കഥാപാത്രങ്ങൾ എന്ത് ചെയ്യുക? സൃഷ്ടിക്കുക. രണ്ടാമത്തത് ഒരു ഭാവന. ആദ്യം പറഞ്ഞു സങ്കല്പങ്ങൾ. ഇതൊരു യഥാർത്ഥ കഥ അല്ലായിരിക്കാം, ചിലപ്പോൾ ആയിരിക്കാം. പക്ഷെ ആ കഥ ഇപ്പൊ യാഥാർത്ഥ്യങ്ങളാണ് കഥയിലോട്ട് വരുന്നത്. നമ്മൾ വായിക്കുമ്പോൾ അറിയാം ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ പത്രങ്ങൾ, അതാണ് വായനാശീലം എന്ന് പറയുന്നത്. പത്രങ്ങൾ ഒരുപാട് ആശ്ചര്യങ്ങൾ പത്രങ്ങളിൽ വരാറുണ്ട്. ആ വാർത്തകൾ എന്താണ്, വെറുതെ പറയുമ്പോൾ അതെന്തല്ല, കഥയല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? ഭാവനയും കൂടെ കൂട്ടിക്കലർത്തി നമ്മൾ എന്ത് ചെയ്യണം? കഥ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെ. അപ്പൊ അതാണ് എന്ത്? രണ്ടാമത്തെ ഭാവന. ഭാവന എന്ന് വെച്ചാൽ ചിന്തിക്കുക, ചിന്താശേഷി. ഇനി മൂന്നാമത്തെ എന്താണ്? ആഖ്യാനത്തിലെ ആകർഷകത്വം.
ആഖ്യാനം എന്ന് വെച്ചാൽ എന്താണ്? ആഖ്യാനം, 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 എഴുത്ത്. നമ്മൾ എഴുതുന്ന ആ വരികളിൽ ഒരു ആകർഷണീയത ഉണ്ടായിരിക്കും അല്ലെ? വായനക്കാരനെ നമ്മൾ അതിലോട്ട് കൊണ്ടുപോകണം. കാരണം നമ്മൾ രണ്ടാമത്തെ കഥ വായിച്ചപ്പോ അറിയാം നമ്മൾ അതിലോട്ട് പോയി, നമ്മൾ കണ്ടതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നു. അപ്പൊ അതാണ് കഥയിലെ ആകർഷണീയതായിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ ഭാഷാ ശൈലി അല്ലെ? ഭാഷ പ്രയോഗിക്കേണ്ടുന്ന ആ ഒരു ശൈലി. വെറുതെ പറഞ്ഞ കാര്യമല്ല, വെറുതെ പറഞ്ഞു പോകുന്ന കഥയാകില്ല, പറയാതെ പറയാം. നമ്മള് പറയാതെ പറയുന്നതാണ് എന്ത്? കഥ. അപ്പൊ നമ്മുടെ ഭാഷാ ശൈലി മെച്ചപ്പെട്ടത് ആണ്. അതുപോലെ തന്നെ ഒടുക്കം, ആദ്യം ഒടുക്കം, ഇത് രണ്ടിലും എന്ത് വേണം? ഒരു നാടകീയത അല്ലെ? നാടകീയത ആദ്യത്തിലും അവസാനത്തിലും മാത്രമല്ല, എന്താണ് നമ്മൾ എഴുതുന്ന എല്ലാ എഴുത്തിലും എല്ലാ വരികളിലും എന്ത് വേണം? ഒരു നാടകീയമായിട്ടുള്ള പ്രയോഗം ഉണ്ടെങ്കിൽ അത് അത്രമാത്രം പെടും അല്ലെ? അപ്പൊ നമുക്ക് ശരിക്കും സമ്മാനങ്ങൾ കിട്ടാതെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്നില്ല. നമ്മൾ ഒരിടത്തിനടുത്തും ഇപ്പോഴും നമുക്ക് 50 വയസ്സായി നമ്മൾ കഥ എഴുതുമ്പോൾ എന്താണ്? ഒരിടത്തിനടുത്തൊരു രാജകുമാരൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ തുടങ്ങും അല്ലെ? പക്ഷെ ഇത് നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് പറഞ്ഞ ഒരു പരിധി ഉണ്ട്. കാരണം നമുക്ക് കുറച്ച് മെച്ചപ്പെടുത്താൻ പറ്റുന്നത് കൃതികൾ വായിക്കുക. വായനയിലൂടെ നമുക്ക് അതിന്റെ എന്താണ് വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ? വായനയിലൂടെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞ നമുക്ക് ചെറിയൊരു ഇത് കിട്ടി. പക്ഷെ നമ്മൾ ഒരുപാട് കൃതികൾ വായിച്ചെടുക്കുമ്പോൾ നമുക്കൊരു ശൈലി, സ്വന്തമായിട്ടുള്ള ശൈലി നമുക്കറിയില്ല. ഓരോ എഴുത്തുകാരും എന്തുണ്ട്? ഓരോ ശൈലി. ബഷീറിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? അദ്ദേഹം എഴുതിയ കഥകൾ എങ്ങനെയുള്ളതാണ്? ജീവിതമാണ്, അദ്ദേഹത്തിന്റെ ചുറ്റുപാട് അല്ലെ? അദ്ദേഹത്തിന്റെ കുടുംബം. എല്ലാ കഥകളും, ഏത് കഥ എടുത്ത് നോക്കിയാലും അദ്ദേഹത്തിന്റെ കുടുംബമാണ് അദ്ദേഹത്തിന്റെ കഥകൾക്കകത്ത് വരുന്നത് അല്ലെ? പാത്തുമ്മയുടെ ആടായിരുന്നാലും അല്ലെ? പാത്തുമ്മയുടെ ആട്, കുച്ചീട്ട് കളിക്കാരന്റെ മകൾ, എല്ലാ കൃതികളിലും തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബമാണ്. നമ്മുടെ MT വാസുദേവൻ നായർ, അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രത്യേകത എന്താണ്? നായർ തറവാടുകൾ അല്ലെ? അതായത് അദ്ദേഹത്തിന്റെ നായർ തറവാടിനകത്തുള്ള കഥകൾ തന്നെയാണ് അദ്ദേഹം തന്റെ കൃതികൾക്കകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ? അപ്പോ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് നിരീക്ഷിക്കുക. അതാണ് നമ്മൾ ചിന്തിക്കുക എന്ന് പറയുന്നത്. ഒരു വിഷയം കിട്ടുമ്പോൾ നന്നായിട്ട് നമ്മൾ ചിന്തിക്കുക. ആ വിഷയത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക. ചിന്തിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അത് അടുത്ത ചിട്ടയോടുകൂടി എഴുതാനായിട്ട് ശ്രമിക്കുക.